അപ്പൊ ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ പിന്നെ എത്തിയിരിക്കുകയാണ് അടുത്തൊരു അംഗം വെട്ടുമായിട്ട്. വിന്നേഴ്സ് പോത്തുമുക്ക് ടീം വിന്നേഴ്സ് പോത്തുമുക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞിട്ട് എല്ലാരും റിമോട്ട് ഹായ് പറഞ്ഞു. ശരവണ മറ്റേ സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ, മറ്റേ മൈക്ക് 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 ഞാൻ കണ്ടു അടിപൊളി. അപ്പം പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഫ്രീ ഫയറിൽ വന്നിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റും അണ്ടർ വാട്ടർ പരിപാടികളൊക്കെ, വെള്ളത്തിന്റെ അടിയിലുള്ള ഷൂട്ടിങ്ങും പരിപാടിയും. പിന്നെ കുതിര വന്നിട്ടുണ്ടെന്ന് പറയുന്നു, പക്ഷെ നമ്മളിതുവരെ കണ്ടില്ല. നമ്മളാരും കണ്ടിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ അത് എവിടാണ് അതിന്റെ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങളടുത്ത് പറഞ്ഞ് ഞങ്ങളത് പോയി ഉപയോഗിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മളൊരു പുതിയൊരു ചലഞ്ചുമായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ചലഞ്ചിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഡബിൾ ബാരൽ മാത്രം എടുത്ത്, അതായത് ബിയർ റാങ്ക് കയറി ഡബിൾ ബാരൽ മാത്രം എടുത്ത് നമ്മൾ കളിക്കാൻ പോവാണ്. അത് ഡബിൾ ബാരൽ കിട്ടുന്നിടം വരെ നമ്മൾ ആരെയും ഷൂട്ട് ചെയ്യാനും പാടില്ല. മാക്സിമം കവർ എടുത്ത് നിൽക്കുക. എല്ലാവരും ഡബിൾ ബാരൽ കണ്ടെത്തിയതിനു ശേഷം മാത്രം ഷൂട്ട് ചെയ്യുക. അങ്ങനെ ചലഞ്ച് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം, അല്ലേടാ? അതെ 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 അതെ. ഡബിൾ ബാൽ എന്ന് പറഞ്ഞാൽ മറ്റേ ഡബിൾ ബാൽ മാത്രമുള്ള M10 വല്ലതും എടുക്കാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. ഇല്ല, ഡബിൾ ബാൽ മാത്രം, M1887 അത് മാത്രം. ഓക്കെ. അതിന് മുന്നേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ടായാലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ഓൾറെഡി. അപ്പൊ ചെക്ക് ചെയ്യുന്നത് ഓക്കെ. ഷാജി ബാബൻ ആരാണ്, ചെകുത്താൻ ലാസർ ആരാണ്, അറക്കലാബു ആരാണ്, ലൂസിഫർ മാത്തൻ ആരാണ്, എല്ലാത്തിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലേ? എത്രത്തോളം സക്സസ് ആവുന്ന തരത്തിൽ ഭയങ്കര പ്രോ പ്ലേയേഴ്സ് ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മളിപ്പം PR റാങ്കിൽ കടിച്ചിട്ട് തന്നെ ഒരുപാട് നാളായി. എന്നാലും നമുക്ക് ഇറങ്ങി നോക്കാം. നമ്മള് എന്തായാലും CS റാങ്കിലായിരുന്നു നമ്മൾ അഗ്രഗണ്യര്. നമുക്ക് ബിയർ റാങ്കിലും കൂടെ നമുക്ക് ട്രോഫി ഒക്കെ ഒന്ന് പുഷ് ചെയ്ത് എല്ലാരും. നിങ്ങളല്ല ഹീറോയ്ക്കാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, അത് കുഴപ്പമില്ല, നമുക്ക് പുഷ് ചെയ്യാം. പിന്നെ എന്തുകൊണ്ട് എല്ലാവർക്കും സുഖം തന്നെയാണോ? എല്ലാവർക്കും സുഖമാണ്. ജോലി കാര്യങ്ങളൊക്കെ പോന്നു. എന്നാ പിന്നെ പോയാലോ? ഇത് നടക്കുവോ? എല്ലാം സുഖമില്ലാത്തവരൊക്കെ സുഖം തിരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ തന്നെ ഞാൻ 2-3 ഷർട്ടൊക്കെ വാരിയിട്ടത്. ഒറ്റ ബണ്ടിലേ ഉള്ളൂ. എന്തോ ചെയ്യാനാ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുന്നേ. കഴുകണം വല്ലപ്പോഴും ഇതൊക്കെ ഇട്ടിട്ട് നാറി. ഒരൊറ്റേ ഉള്ളു. നമ്മളൊക്കെ പുതിയ കളിക്കാരല്ലേ, പിന്നെ മുഴുവൻ കാളായിട്ട് പോകേണ്ടി വരുമോ? ഇതെന്ന് വെച്ചാൽ ടാക്ടിക്സ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരാളികളെ നമ്മള് ഇറങ്ങിയാലും അറിയാം. അതെ, എതിരാളികളെ അടുത്ത് വരുന്നവരെ നമ്മൾ തളർത്തിക്കളയും. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇനിയിപ്പോ കണക്കും പഠിക്കണം. ദൈവം ഒന്നും പഠിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇതിനകത്തോട്ട് വന്നപ്പോ അത് പഠിക്കണോ? തന്നേ പറഞ്ഞതായി. എന്തോ ഇംഗ്ലീഷിനും തുണ്ടു വെച്ച് എഴുതി ഇതാ അവസ്ഥ ഇപ്പൊ. രാവിലെ കുത്തിയെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് എടോ ഇവിടെ തന്നെ വന്നിറങ്ങി കേട്ടോ ചലഞ്ചിന്. മാറി ഇറങ്ങണം നമ്മള്. വീക്കിലോട്ട് ഇനി അങ്ങ് ഇറങ്ങി നടുക്കിറങ്ങാതെ. അതുകൊണ്ട് പോലും കിട്ടത്തില്ല. ഇത് ഉറപ്പായും മറ്റെടുത്തൊന്നും അടി കിട്ടും. ഡബിൾ ബാരൽ ഗണ്ണ് കിട്ടുമോ നമുക്ക്? ആർക്കേലും ഒരാൾക്കേലും കിട്ടുമോ? ഡബിൾ ബാരൽ കണ്ടി വരുമെന്നാണ്. ഈ ഗണ്ണിട്ട് അടിക്കാൻ പറ്റത്തില്ലെന്നാണോ കളി? എങ്ങനെയത്? അതെ, കണ്ണിട്ട അപ്പൊ ചത്തുപോത്തില്ലോ. അടി കൊള്ളണമെന്നാ നിങ്ങൾ പറയുന്നത്? തീരുമാനമായി. ആരെല്ലാം കൈ ഗണ്ണുണ്ടോടാ ഇപ്പൊ? സത്യം പറഞ്ഞ തീരുമാനമായി. ഞാൻ ഈ ഗണ്ണ് കണ്ടോ, ഞാൻ തീർന്നിട്ടുണ്ട്. ഇത് നടപടിയാവും തോന്നില്ല കേട്ടോ. ധൈര്യമായിട്ടിടോ.
എന്നാ അടുത്ത ആളെ പൊക്കിവിട് ഒരാളെ പൊക്കിവിട്. അപ്പോഴത്തേക്ക് നമ്മളൊരു തഞ്ചത്തിൽ തന്നെ പൊങ്ങിക്കോളും. അതിന് മുന്നേ ഇവര് പിടിച്ചിരിക്കണ്ടേ. ആണ്ട വരുന്ന അതിനി ഇവിടെ പോവാം. താനെന്തിനോട് ഇവിടെ നിക്കുന്നേ? ഒരു കൂട്ടിനെ തനിക്ക് തോക്കൊക്കെ എടുത്തോ നിറച്ച്? എന്താ പറയാനാ ലൂസിഫർ മാത്രം ചെറിയ ഡബിൾ ബാരലിട്ട് ഓടുവോ കളി? ഇതിപ്പോ ഡബിൾ ബാരൽ ഇട്ടുകൊണ്ട് എങ്ങനെ ഓടും? അതല്ല, ചെറുത് വെച്ച് കളി ഓടുവോന്നാ ചോദിച്ചേ. ചെറുത് വെച്ചിട്ടും ഓടാം. ചെറിയ ഡബിൾ ബാരൽ ഉണ്ടെങ്കിലും ഒരു കിണ്ണ കൊടുക്കാം അല്ലയോ? ചെറിയ ഡബിൾ ബാരൽ ഏടോ നമ്മളിൽ ക്ലാഷ് കോഡി ഫസ്റ്റ് കിട്ടത്തില് ഒരു ഡബിൾ ബാരല്. അതിന്റെ പേരെന്ന് എന്നോട് ചോദിക്കണം. നിങ്ങൾ പൊങ്ങിക്കോളൂല്ലോ, ഞങ്ങള് വ്യാകുലരാവണ്ടല്ലോ. വേണ്ട നിങ്ങള് വ്യാകുല മാതാവണ്ട. ചെറിയ ഡബിൾ ബാരൽ ഇവിടെ എല്ലാം സ്റ്റോക്ക് കിടപ്പുണ്ടോ? എടോ അതൊക്കെ പറക്കിയെടുത്തോ. ചെറുതിട്ട് കീറുവേ. കീറിക്കോ അത് നല്ല പരിപാടിയാ. ചെറുതിട്ട് കീറിക്കോ. എടാ ഡബിൾ ബാരലല്ലേടാ അത്, കറക്റ്റ് ഡബിൾ ബാരല്. എടാ അതെടുത്തോ, അതൊരു വഴിക്ക് പോവില്ലടാ, എടുത്തോ. ചെറുതിട്ട് കീറാം. ഒരു വഴിക്ക് പോയില്ലേ, കിട്ടിയാ എടുത്തോ. ഇതിപ്പോ ആള് വരുമ്പോ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ അവരാലും. കൈ വീശി അവന്റെ പോയി ചാവണം. ഓക്കെ സീനില്ല. ഷെറൻ ചെറുതുമായിട്ടാണ് ഇറങ്ങിയത്. ചെറുതൊരെണ്ണം എടുത്തു. ഇതിപ്പോ വലുത് ഈ കളി ഇല്ലയോ? വലുത് ഇത് അങ്ങനെ എന്റെ മാഗ് മാത്രമേ ഉള്ളൂ. അലന് കിട്ടി, അലൻ വാങ്ങിച്ചോർണം. ഞാൻ ഓരോന്ന് മേടിച്ചു, ഇനി നിങ്ങൾക്ക് പൊക്കി വിടാം, അതേ നടക്കൂ. അലൻ ഓരോന്ന് വാങ്ങിച്ചു അതിനിടയ്ക്ക്. നമ്മുടെ ആളുണ്ട്. ഇടോ തനിക്ക് അടിക്കാൻ പറ്റത്തില്ലെന്ന് ഓർമ്മ വേണം. അതെന്തോ? ഓ അവന്റെ തോക്കുണ്ടോ? എന്തോ പറയാൻ ഇത് ഓർക്കണ്ടായത് ഇങ്ങനെ ചലഞ്ച്. ഉണ്ണിയുടെ 100 കൂടെ എടുത്തേ, എന്നിട്ട് പൊക്കോ. ഉണ്ണിയുണ്ടോ? അല്ലെന്നെ തീർത്തേര്. ഓ സീൻ തീർത്തു. അലൻ ഒന്നാമത്തെ കില്ലടിച്ച് തീർത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വെട്ടിക്കൊന്നിരിക്കുന്നു. അടിപൊളി. നമ്മുടെ അറക്കലാബു തീർത്തിരിക്കുകയാണ്. ഇനിയിപ്പോ അടുത്ത ഞാൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ കോയിൻ ഉണ്ടെങ്കിൽ മേടിച്ചോട്ടോ. 500 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു. 500 രൂപയ്ക്ക് എവിടെ പോകും? 500 ഗുണമായി എവിടെ പോയില്ലേ? അതെ, എല്ലാവരും കിടപ്പുണ്ടെങ്കിൽ എല്ലാരും പറഞ്ഞു കൊടുത്ത് എടുപ്പിക്കുക. എല്ലാരും കിടപ്പുണ്ടെങ്കിൽ പിന്നെ 2 ഡബിൾ ബാരൽ എടുക്കുവാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. 2 കിട്ടുവാണെങ്കിൽ ഒരാൾക്ക് ഓരോന്ന് വെച്ച് മേടിച്ചു കൊടുക്കും എല്ലാരും, എന്നിട്ട് 2 റെഡിയാക്കാം. എടാ പൈസ കിട്ടിയോ? പൈസ എന്റെ 300 ഉണ്ട്, വേണോ? ഓരോന്ന് വാങ്ങിക്ക്. ഇതിപ്പോ എത്രത്തോളം കളി മുന്നോട്ട് പോകുന്ന അറിയത്തില്ല. എന്തായാലും കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ സബ്സ്ക്രൈബ് കുറവാണ്, ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. എങ്കിലും കുഴപ്പമില്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും ഞങ്ങള് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ആരും. അതെ, അത് മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം കേട്ടോ. വളരെ മോശം. എന്തായാലും ഒരുപാട് വ്യൂസ് ആണ്, പക്ഷെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് 28 വ്യൂസ് ഉണ്ട്. ഒരുപാട് ഇത് അലൻ ഈ ഫ്രിഡ്ജിൽ നിന്ന് മേടിച്ചോണ്ട് എനിക്ക് മേടിക്കാൻ പറ്റത്തില്ല. ഐറ്റം സോൾഡ്. എന്തോ പറയാനാന്ന് പറഞ്ഞു. ഇപ്പൊ ആർക്കൊക്കെ ഇല്ലാത്തത്? ഇതിപ്പോ എനിക്കില്ല. ഞാനിപ്പോ ഒരെണ്ണം അങ്ങ് എടുക്കും, പക്ഷെ എനിക്ക് സാധനം ആർക്കാർക്കുണ്ട്, ആർക്കാർക്കില്ല. എനിക്കില്ല. നിങ്ങൾ ആരും 3 പേരും ഇല്ലയോ? ഒരു വെടിക്ക് പോലും ഇല്ലയോ?
ഒരു അതേ ഉള്ളൂ. എടോ മേടിക്കടോ, മറ്റേ ചെറുതിട്ടൊന്നും പരിപാടി നടക്കത്തില്ല കേട്ടോ. ചെറുതിട്ട് നടക്കാവുന്നേ ഉള്ളത്. തൂക്കിട്ട് വെറുതെ കൊണ്ടു നടക്കുക. ഇവിടെ ഈ നാറുകളെല്ലാം ഇത് എടുത്തുകൊണ്ട് പോയടാ. ചുമ്മാ ഇന്ന് എല്ലാരും ഈ ചലഞ്ചാന്ന് തോന്നുന്നു. എന്തോ ഒരു കഷ്ടമെന്ന് പറഞ്ഞിട്ട്. അടുത്ത ലൊക്കേഷൻ പിടി, ഒരു വണ്ടി പിടി. നിങ്ങൾ എന്തു ഇത് ഇങ്ങനെ ഇങ്ങനെ? പെട്ടെന്നോടെ നാട്ടെ, ഞാൻ ഒരു വണ്ടി പിടിച്ചു തരാം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എല്ലായിടത്തും കയറി എല്ലാരും തോക്ക് റെഡി ആയിക്കണം കേട്ടോ. കോയിനായല്ലേ കേറി 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 ഇതിനകത്ത് സ്ഥലമില്ലടോ. ഉണ്ടോ? ഓ എല്ലാരും പക്ഷെ വാള് വെക്കരുത്. വാള് വെക്കല് വണ്ടിയിലാണ്. ഉപയോഗിക്കരുത്. വണ്ടിക്കകത്തൊന്നും വാള് വെക്കല്ലേ. വണ്ടി കഴുകാനൊന്നും വയ്യ. ഇനി ഒഴിവ് കുടുക്കിയൊക്കെ വേണം. കോയിനുണ്ടല്ലോ ഇല്ലയോ? കോയിൻ ഇഷ്ടം പോലെ പോയി മേടിച്ചോ. കൊണ്ട് വണ്ടി ഇറക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളത്. എടാ അല്ലേ അവിടെ ആളുണ്ടോ? നിങ്ങൾ അടിക്കടാ. നിങ്ങൾ ധൈര്യമായിട്ട് മേടിക്കടാ. ഓടിച്ചെന്ന് തോക്ക് മേടിക്കടാ നിങ്ങള്. അയ്യോ ഇല്ലടാ, ഇതിനകത്തില്ലടാ. ഇതിനകത്തും ഇല്ല. ഇവിടെ തോക്കില്ലെന്ന് തോന്നുന്നു കേട്ടോ. എങ്ങും ഇല്ലടാ. ഒരാൾ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിടത്തൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണോ ഈ വെന്റിമീഷനൊക്കെ കൊണ്ടുവച്ചേക്കുന്നത്? പറഞ്ഞിട്ട് ഒരു കഥയില്ല. ബാലൻ്റെ മാത്രമേ ഉള്ളൂ. ആണ്ട വരുന്നു, ഒറ്റയാൻ വരുന്നു. അല്ലെ ഡബിൾ ആൻ വെച്ചിട്ട് അങ്ങ് കൊടുക്കടാ. ഒരു ഡബിളോ ഡബിളാനോ കുരുടാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിങ്ങനെ അടിക്കത്തില്ല, നമ്മളിങ്ങനെ പറ്റിക്ക് വിട്ട്. പൊക്കി വിടണം. അതെങ്ങനെ ഉണ്ട് നോക്കട്ടെ. അത് ഇടുകയിലും പരിപാടി കേട്ടോ. ഞാൻ മാത്രം മുങ്ങിയില്ല. അതിനുള്ള വരുമാനം ഇല്ലടോ നമ്മുടെ. അരണ്ടൊന്നും എടുത്ത് ഇറങ്ങല്ലേ. നമ്മളെ ഒരുമിച്ചിരിക്കണം. കഴിയുമ്പോ നമ്മളടുത്ത് ഇറങ്ങുന്നില്ല. നമ്മളെ സപ്പോർട്ടില്ല നമുക്ക്. അവിടെ ചെന്നിട്ട് ചുമ്മാ നിക്കാനല്ലയോ? അവിടെ ചെന്നിട്ട് ജപമാന്ന് പറഞ്ഞ ഗോപരിയാവൂ. നമുക്ക് സപ്പോർട്ടില്ല. വേറെ വഴിക്ക് ഇറങ്ങി എല്ലാരും. ഞാൻ ചോദിക്കട്ടെ, ഇത്ര ക്ഷാമമുള്ള സ്ഥലമായിരുന്നു ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ വെറുതെ കിടന്നപ്പോ നമ്മള് പുല്ല് വില കൊടുത്തില്ലേ? ഈ ചലഞ്ച് എങ്ങനെ നമ്മള് തീർക്കും? നിങ്ങൾ അത് പറ. ഇതിനകത്ത് ഇപ്പൊ ഈ സംഭവം കിട്ടിയില്ലെങ്കിൽ നമ്മള് തീരും. ഞാൻ മാത്രം ഈ തോക്കുമായിട്ടുള്ളൂ. ഷെറോൺ ഒളിച്ചു കളിക്കുവോ? എങ്ങനെയെങ്കിലും കൊല്ലടാ, ആരെയൊക്കെ കൊല്ലടാ. ഷെറോൺ ഇപ്പൊ തീരും. ഷെറോണെ, ജീവിതത്തിൽ തോൽക്കരുത്. ജീവിതത്തിൽ നമ്മൾ ജയിക്കണം. എടാ എന്തെങ്കിലും വാങ്ങിക്കടാ. എടാ അവ ഷെറോന്റെ അടുത്ത് മൊത്തം മൈൻ കൊണ്ട് വെച്ചേക്കുക. ഷെറോൺ പുറത്തിറങ്ങി അപ്പം ചാവും. ഏതോ ഷെറോനെ അടിക്കരുത്. ജീവിതത്തിൽ നമ്മൾ 2 എണ്ണം അടിച്ചിട്ട് കാര്യമില്ല, 4 എണ്ണമെങ്കിലും അടിക്കണം. ഓടിക്കോ. അവനെന്തോ ഡബിൾ ബാർ ഇല്ലാത്തൊരു സ്ഥലം. അവനെ ഇട്ട് വട്ടം കറക്കുവോ ഷെറോണിട്ട്? ഷെറോണ ഇങ്ങ് വാടാ, മേളിക്കേറാ. ഞാനിവിടെ ഉണ്ടാ. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവന്റെ ഒരു ആയുധം ഇല്ല. അവൻ ആയുധം തൊട്ടാ ഞാൻ അത്ര നേരം നിന്നത്. തിരിച്ചു പോയിട്ട് വിട്ടിട്ട് വരാം. ഉണ്ണി ഇപ്പൊ വേറെ സെറ്റപ്പിലാകട്ടോ. വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല ഇവിടെ. ഇവിടെ അപ്രതീക്ഷമായി. വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല ഉണ്ണിക്ക്. എത്ര നേരം ചലഞ്ച്. എന്തായാലും അതിഗംഭീരമായി നമ്മുടെ അലൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ലോബി വാ. ഈ നൂബ്സിന്റെ കൂടെ കളിച്ച് മടുത്തുകായി.
ഇനി ആൽവിൻ എന്നാ കൺക്ലൂഡ് ചെയ്തിട്ട്. അപ്പൊ നമ്മള് എന്തായാലും അലൻ അതിസാഹസികമായി 3 പേരെ കൊന്നിരിക്കുകയാണ്. ഇതിൽ 3 പേരെ കൊന്നില്ലേ? 3 പേരെ. അതെ തോക്കില്ലാതെ ഞങ്ങള് വലയുകയായിരുന്നു. അതെ, അരക്കില. ഈ തോക്ക് ഇവിടെ കിടക്കുന്ന കണ്ടിട്ട് ഒരു നാറിക്കും വേണ്ടായിരുന്നു ഒരു സമയത്ത്. ഇപ്പൊ വെറുതെ കൊണ്ട് കിടക്കുന്നത്. ആരാധിക്കുക. എടോ കഴിഞ്ഞടോ, വീഡിയോ കഴിയാറായി. ചിരിക്കുന്നത് അപ്പൊ പിന്നെ നമുക്ക് ഈ ഒരു ചലഞ്ചും പുതിയ പുതിയ ചലഞ്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമന്റിൽ ഇടണം. നമ്മളത് മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും അല്ലേ? അതെ ഞങ്ങൾക്കൊരു എന്താ പറയാ ഐഡിയ കിട്ടുന്നില്ല. ഒരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായിട്ട് ചലഞ്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങള് കുറച്ച് ഐഡിയ അതെ ഞങ്ങള് ഈ നമ്മുടെ വിന്നേഴ്സ് തോക്കിന്റെ വീഡിയോ ഇപ്പോഴത്തേക്ക് ഈ ഒരു തൽക്കാലത്തേക്ക് മാത്രം നമ്മൾ അവസാനിപ്പിച്ചുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. എന്ത് പറയുന്നു?